ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, രാധികയുടെ മരണം മാത്രമല്ല പൂജാരി പ്രവചിച്ചത്, വേറൊരു ദുർമരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അതാരായിരിക്കും? രാധികയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഴിയുന്ന ആളല്ലേ വരുൺ? താൽക്കാലികമായ പരിഹാരങ്ങൾ പൂജയിലൂടെ ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് ശാശ്വതമല്ല. കണിമംഗലം തറവാട്ടിലൊരംഗത്തിന് ജീവഹാനി വരാതിരിക്കണമെങ്കിൽ ആത്മാവ് കുടിയേറിയിരിക്കുന്ന ഈ ശരീരം ഇവിടുന്ന് പോയേ പറ്റൂ. മറ്റ് പരിഹാരമൊന്നുമില്ലേ? തൽക്കാലം മറ്റൊന്നും നാം ദർശിക്കുന്നില്ല. ദുരാത്മാവ് ബാധിച്ചവർ കുടുംബത്തിൽ നിന്നും പോയേ പറ്റൂ, അല്ലെങ്കിൽ നാശമാണ്, സർവനാശം. അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ അയാളെയും അയാളുടെ പൂജാ സാധനങ്ങളും എടുത്ത് ഞാൻ വെളിയിൽ കളഞ്ഞേനെ. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു പൂജാരിയെ നീ ഇറക്കി വിട്ട അടുത്ത ആളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് പത്മിനി ഇത് വിശ്വസിച്ചു തുടങ്ങിയ നിലയ്ക്ക് അതുണ്ടാവും. ഭ്രാന്താണ് എല്ലാവർക്കും. അല്ലാതെ രാധികയുടെ ദേഹത്ത് ദുരാത്മാവ് കയറിയെന്നും പറഞ്ഞ് പച്ചക്കള്ളം പറയാൻ എങ്ങനെ എല്ലാവർക്കും പറ്റുന്നത്? എന്റെ ശരീരത്തിലെ ദുരാത്മാവ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണല്ലോ. മക്കളെ, ഇതിലെന്തോ ചതിയുണ്ട്. ആ പൂജാരിയുടെ രീതി വെച്ചിട്ട് ഈ ഒരു കാര്യം പറയാനായി വന്ന ഒരാളായിട്ടാ എനിക്ക് തോന്നുന്നേ. ആ പൂജാരിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിലോ? അതിനൊന്നിനും മടിക്കില്ല ചെറിയമ്മയും മോളും. ആരെ കൊണ്ട് പറയിപ്പിച്ചതായാലും ശരി, ഇനിയിപ്പോ കണിമംഗലത്തിന്റെ ശാപം എങ്ങനെയെങ്കിലും തീർക്കണം എന്നല്ലേ എല്ലാരും ചിന്തിക്കും. ഏറ്റവും നഷ്ടമില്ലാത്തൊരു ഏർപ്പാട് ഞാനിവിടുന്ന് പോവാന്നല്ലേ. തന്നെ ഇവിടെ നിന്ന് ആരും അങ്ങനെ ഇറക്കി വിടത്തൊന്നുമില്ല. തന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയതേ തന്നെ സംരക്ഷിക്കാമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാ. മുത്തശ്ശി, ഇത് ചതിയാണെന്ന് 100% ഉറപ്പാ. വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നീ രാധിക മോളുടെ കൂടെ ഉറച്ചു നിന്ന ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആത്മാവിന്റെ കാര്യമല്ലേ, ഇതൊക്കെ ഒന്ന് കൂടി വന്ന ഇതിനേക്കാൾ വിശേഷപ്പെട്ട പൂജാരിമാരുണ്ടല്ലോ ഈ നാട്ടില്. എന്തിന്? അവരും ഇതൊക്കെ തന്നെ ആവർത്തിക്കാൻ വേണ്ടിയോ? വിശ്വാസങ്ങളെ പൂർണ്ണമായും തള്ളി പറയണ്ട. വിശ്വാസത്തിന്റെ പേരില് തെറ്റ് ചെയ്യുന്നതിനെയാണ് തള്ളി പറയേണ്ടത്. മോളെ രാധികെ, നീ പേടിക്കണ്ട, നിനക്കൊരു കുഴപ്പവും വരില്ല. ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ എനിക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഞാൻ കരുതാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു വഴി അവർ കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കുറച്ച് എളുപ്പമാണല്ലോ, വിശ്വാസത്തിന്റെ കളിയല്ലേ. എടോ, ഒന്നിച്ചു നിന്ന് നമുക്കതൊക്കെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ.
ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഈശ്വരഭക്തിയുള്ള കുട്ടിയാ രാധിക. അവൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതായിരുന്നു ഞാൻ. ഏട്ടത്തി, രാധിക സ്ഥാനം കൊണ്ട് എനിക്കും മരുമകള് തന്നെ അല്ലേ? ആ കാര്യത്തിലൊന്നും ആർക്കും ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ചിലത് തലയിൽ എഴുതിയാ അത് മായ്ച്ചു കളയാൻ പറ്റുമോ? അമ്മേ, രാധികയുടെ എന്തെങ്കിലും പ്രവൃത്തി ദോഷം കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ അവള് സർവവും തികഞ്ഞൊരു പെൺകുട്ടി തന്നെയാ. പക്ഷേ അവളെ തന്നെ പ്രിയങ്കയുടെ ആത്മാവ് തിരഞ്ഞെടുത്തല്ലോ. ഏട്ടത്തി, ഞാനോ കൽപ്പനയോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞ അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏട്ടത്തിയാ. എന്താ വേണ്ടതെന്ന് ഏട്ടത്തി തന്നെ തീരുമാനിച്ചോ. അമ്മേ, രാധികയുടെ മരണം മാത്രമല്ല പൂജാരി പ്രവചിച്ചത്, വേറൊരു ദുർമരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അതാരായിരിക്കും? രാധികയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഴിയുന്ന ആളല്ലേ വരുൺ. വരുണിന് എന്തെങ്കിലും സംഭവിച്ചാ അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ? എന്റെ മോനൊന്നും സംഭവിക്കരുത്. അപ്പൊ പിന്നൊരു കാര്യം ചെയ്യ്. പൂജാരി പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടെങ്കിലും രാധിക ഇവിടെ നിന്ന് മാറ്റി നിർത്ത്. അല്ലാതെ മരണം യാചിച്ച് വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാം കൂടി കേട്ട് എന്റെ തല പെരുക്കുന്നു. ഞാൻ പരമേശ്വരനോടൊന്ന് ചോദിക്കട്ടെ. അല്ലാതെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അമ്മയും അച്ഛൻ അമ്മയോട് അഭിപ്രായം ചോദിച്ചാ അമ്മയ്ക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞേക്കണം. മിണ്ടാതെ നിൽക്കുന്നത് ദുരന്തം വിളിച്ചു വരുത്തത്തേ ഉള്ളൂ. അതെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അയ്യോ, എനിക്ക് വയ്യ. എന്താ ചെറിയമ്മേ, ഏത് തീരുമാനമായിരിക്കും അച്ഛൻ എടുക്കുക?